നിങ്ങളൊരു ഡേ ഡ്രീമർ ആണെങ്കിൽ ദിസ് മൂവി ഈസ് ഫോർ യു. നമ്മുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ, നമ്മൾ ഹീറോ ആയിട്ടുള്ള സ്വപ്നങ്ങൾ റിയാലിറ്റിയിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അങ്ങനെ ഒരു സിനിമയാണ് ദ സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി എന്ന് പറയുന്നത്. ഈ സിനിമ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ജിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കോളേജിൽ തിയേറ്ററിൽ പ്ലേ ചെയ്തപ്പോഴാണ്. അന്നേ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഫീൽ ഗുഡ് മൂവിയാണ് ദ സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി. നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് വാൾട്ടർ മിറ്റിയിൽ നിന്ന് തന്നെയാണ്. ലൈഫ് മാഗസീനിൽ ഒരു നെഗറ്റീവ് അസിസ്റ്റ് മാനേജറായി വർക്ക് ചെയ്തിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു നമ്മുടെ വാൾട്ടർ മിറ്റി എന്ന് പറയുന്നത്. പുള്ളി അത്യാവശ്യം ഡേ ഡ്രീം കാണുന്ന ഒരാളായിരുന്നു. റിയാലിറ്റിയിൽ വളരെ ഇൻട്രോവേർട്ടായിട്ടും വളരെ ക്വയറ്റായിട്ടും നിന്നിരുന്ന ആൾ, പക്ഷേ ഡേ ഡ്രീമിൽ പുള്ളി ഒരു ഹീറോ തന്നെയായിട്ടാണ് പുള്ളി സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ട്വിസ്റ്റ് സംഭവിക്കുന്നത് ലൈഫ് മാഗസീൻ്റെ ഫൈനൽ ഇഷ്യൂവിൽ വരുന്ന കവർ ഫോട്ടോ -25 കാണാതാകുന്നു. അത് കണ്ടുപിടിക്കാനായി ആ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫറെ തപ്പി പുള്ളി ആ ഓഫീസ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതുവരെ ആ ഓഫീസിൽ ജീവിച്ചിരുന്ന ആ ഒരാൾ ആ ഒരു കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഈ സിനിമയിൽ തന്നെ ഏറ്റവും വലിയൊരു യുണീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞിരുന്ന പോലെ വെറും ഒരു ഡെസ്കിൽ മാത്രം ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരുന്ന ആൾ ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ഫോട്ടോഗ്രാഫറെ തപ്പി ഇറങ്ങുമ്പോഴുള്ള കഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നത് തന്നെയാണ്. സിനിമയിൽ ഗ്രീൻലാൻഡിൽ പോയി ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്നതും ഐസ്ലാൻഡിൽ സ്കേറ്റ് ബോർഡിൽ പറക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹിമാലയം കയറാൻ പോകുന്നതും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഹീറോ ആയിരിക്കുന്ന ബെൻ സ്റ്റില്ലർ എന്ന പുള്ളിയാണ്. പുള്ളി സാധാരണ ചെയ്യുന്നത് കോമഡി പടങ്ങളൊക്കെ ആണെങ്കിലും ഇതിലെ പുള്ളിയുടെ റേഞ്ച് വേറെ ലെവൽ തന്നെയാണ്.